കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏത് അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയായി. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അവർ ചുറ്റും നോക്കി. യേശുവിനെയല്ലാതെ മറ്റാരെയും തങ്ങളോട് കൂടെ അവർ കണ്ടില്ല. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിൽ നമ്മുടെ വിശ്വാസം എത്രമാത്രമാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ആദ്യ വായനയിലെ അബ്രാഹത്തിൻ്റെ ആ ഒരു വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ടും വീണ്ടും കർത്താവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ അവർക്ക് നൽകിയ നിർദ്ദേശത്തിലുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. യൂട്യൂബിൽ പണ്ട് മുതലേ ഉള്ളൊരു ചെറിയ വീഡിയോയാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിനെ ആസ്പദമാക്കി. ആ വചനം നമുക്കറിയാം. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതൊരു അപ്പൻ്റെയും ഒരു മകൻ്റെയും വീഡിയോയാണ്. ഒരു റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരു അപ്പനും ആ അപ്പനുള്ള ഒരു ചെറിയ കൊച്ചുമകനും അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എല്ലാ ദിവസവും ഈ ട്രെയിൻ കടന്നു പോകുമ്പോൾ ആ ട്രെയിൻ ഒരു പാലം വഴിയാണ് കടന്നു പോകുന്നത്. ട്രെയിൻ കടന്നു പോകാത്തപ്പോൾ ആ പാലം ഉയർത്തി വയ്ക്കും. ട്രെയിൻ കടന്നു പോകുമ്പോൾ ആ പാലം ട്രെയിൻ കടന്നു പോകാനായിട്ട് അത് താഴ്ത്തി കൊടുക്കണം. ആ ഒരു ജോലിയാണ് പ്രധാനമായിട്ടും അപ്പൻ്റേത്. റെയിൽവേ ഗേറ്റിൻ്റെ കീപ്പറാണ്. ഒരു ദിവസം നമ്മൾ ഈ ട്രെയിൻ കാണിക്കാനാണ്. ട്രെയിനിൽ എല്ലാ തരത്തിലുള്ള ആളുകൾ കയറുന്നുണ്ട്. നല്ലവരും ചീത്തയായിട്ടുള്ളവരും, അതല്ലെങ്കിൽ പാപികളായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുന്നവർ, ലഹരിക്ക് അടിമപ്പെട്ടവർ, വിവാഹ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്താത്തവർ, അങ്ങനെ പലരും ഒരു ട്രെയിനിൽ കയറുന്നത് കാണിക്കുക. അപ്പം അതുപോലെ അന്ന് അപ്പനും മകനും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ട്രെയിൻ വരുന്നത് ഒരു ദിവസം ഈ അപ്പൻ കാണുന്നില്ല. അപ്പോൾ ദൂരെ നിന്ന് ഈ ട്രെയിൻ വരുന്നത് ഈ ചെറിയ കൊച്ച് കാണുന്നുണ്ട്. അവൻ അപ്പനെ വിളിച്ചിട്ടും അപ്പൻ ആ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ പുറംതിരിഞ്ഞ് നിൽക്കുക. ഇപ്പോൾ ട്രെയിൻ അടുത്തെത്താറായപ്പോൾ രണ്ടും കൽപ്പിച്ച് ഈ മകൻ ആ റെയിൽവേ ഗേറ്റ് താത്താനായിട്ടൊരു ലിവർ വലിക്കാനായിട്ട് ഓടിച്ചെല്ലുവാണ്. ഈ മകനെ ഈ ലിവർ വലിച്ച് താഴ്ത്തുന്നതിനിടയിൽ ഒരു ചെറിയൊരു കുഴിയുണ്ട് ഈ ലിവർ വെച്ചിരുന്നത്. അതിൻ്റെ അകത്തേക്ക് ഇവൻ വീണു പോകുക. അപ്പോഴാണ് അപ്പനിത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ട്രെയിനെയും അപ്പം കാണുന്നുണ്ട്. അപ്പൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ ആ റെയിൽ പാളം താത്താതെ, അല്ലെങ്കിൽ ആ പാലം താത്താതെ തൻ്റെ മകനെ കാത്തു രക്ഷിക്കുക. അതല്ലെങ്കിൽ ആ പാലം താത്തിയാൽ അത് താഴ്ന്നു വരുമ്പോഴത്തേക്കും അതിനിടയിൽപ്പെട്ട് ഞെരുങ്ങി തൻ്റെ മകനെ നഷ്ടപ്പെടും. പക്ഷേ ട്രെയിനെയും ട്രെയിനിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കും. ആ അപ്പൻ്റെ ഒരു മനോവേദന ആ ഒരു ദൃശ്യത്തിൽ ഭയങ്കരമായിട്ടും പ്രകടമാകുന്നുണ്ട്. അവസാനം തൻ്റെ ഏക മകനെ, തനിക്കുള്ള പ്രിയപ്പെട്ട മകനെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം ആ പാലം താഴ്ത്തുകയാണ്. ആ പാലം താഴ്ത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അതിനിടയിൽ ഞെരുങ്ങി മരിച്ചു പോകുന്നു. പക്ഷേ ട്രെയിനിലുള്ളവർ ഇതൊന്നും അറിയുന്നില്ല. അവർ സുഖമായിട്ട് ആ പാലം കടന്നു പോകുവാണ്. ആ പാലം കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് അലറിക്കരയുന്ന അപ്പനെ കാണിക്കുന്നുണ്ട്. പിന്നീടുള്ള ചെറിയൊരു ദൃശ്യത്തിൽ ഈ അപ്പൻ്റെ വേദന കണ്ട്, സങ്കടം കണ്ട് മനസ്സു മാറുന്ന 2-3 പേരുടെ ജീവിതത്തെ കാണിക്കുന്നുണ്ട്. ഈശോയിലെ പ്രിയമുള്ളവരെ, ഇന്ന് ആദ്യ വായനയിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രാഹത്തിന് തനിക്ക് കിട്ടിയ ഏക മകനെ, വർഷങ്ങൾക്ക് കാത്തിരുന്ന് വാഗ്ദാനത്തിൻ്റെ ഫലമായി കിട്ടിയ വാഗ്ദാനത്തിൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെ ബലി കഴിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ വായിക്കുന്ന നമ്മൾ പോലും ചിന്തിക്കും, ഇതെന്ത് പരിപാടിയാണ്?
എന്നാൽ അബ്രാഹത്തിനോട് ദൈവം ഇത് ആവശ്യപ്പെട്ടപ്പോൾ അബ്രാഹാം ഇതൊന്നും ശങ്കിച്ചില്ല. യാതൊരു തരത്തിലുള്ളൊരു സങ്കോചമോ ഒരു സംശയമോ ഒന്നും അബ്രാഹാം പ്രകടിപ്പിച്ചില്ല. തൻ്റെ മകനെ ബലി കഴിക്കാനായിട്ട് അബ്രാഹാം പോവുകയാണ്. പ്രിയമുള്ളവരെ, അബ്രാഹാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജനതകളുടെ പിതാവെന്നാണ്. തൻ്റെ പിന്തുടർച്ച അവകാശിയായിട്ട് കിട്ടിയ ഇസഹാക്കിനെയും കൊണ്ട് അബ്രാഹാം മോറിയ മലയിലേക്ക് ചെല്ലുമ്പോൾ ഇസഹാക്കും അതോടൊപ്പം തന്നെ പിന്നീട് 2000 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആ ഈശോയെ ബലി കഴിക്കാൻ പോകുന്ന ആ ഒരു ദൃശ്യവുമായിട്ട് ഒത്തിരിയേറെ സമാനതകൾ നമുക്ക് കാണാം. അബ്രാഹത്തിൻ്റെ ഏക മകനായിരുന്നു ഇസഹാക്ക് എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ബലി കഴിക്കുവാൻ, ബലിയാകുവാൻ വിട്ടുകൊടുത്ത അവിടുത്തെ ഏകപുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. തൻ്റെ മകനെയും കൊണ്ട് മോറിയ മലയിലേക്ക് അബ്രാഹാം ബലിക്ക് വേണ്ടി കയറി ചെല്ലുമ്പോൾ ഇസഹാക്കാണ് തന്നെ ബലി കഴിക്കാനിരിക്കുന്ന ആ വിറക്, ആ മരക്കഷ്ണം ചുമന്നുകൊണ്ട് ആ മല കയറുന്നത്. നമുക്കത് മനസ്സിലാകും. താൻ ബലിയാകേണ്ടിയിരുന്ന ആ കുരിശുമരം ചുമന്നുകൊണ്ട് കർത്താവും ആ മല കയറുകയാണ്. വീണ്ടും ആ മല കയറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ചുമന്നുകൊണ്ട് പോയ അതേ വിറകിൻ്റെ മേൽ, അതേ മരക്കഷ്ണങ്ങളുടെ മേൽ അബ്രാഹാം അവനെ പിടിച്ച് കിടത്തുകയാണ്. കുരിശേന്തി മലമുകളിൽ ചെന്ന കർത്താവ് വഹിച്ച കുരിശിൻ്റെ മീതെ കിടത്തി അവർ കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഒരുങ്ങുന്നതും ക്രൂശിക്കുന്നതും നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അബ്രാഹാം തൻ്റെ മകനെ ബലി കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവം പറയും അവനെ തൊട്ടുപോകരുത്. പിന്നീട് അവിടെ മുള്ളുകൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ നമ്മൾ കാണുന്നുണ്ട്. ഇസഹാക്കിന് പകരം ഈ മുട്ടാടിനെ ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. മുട്ടാട് പഴയ നിയമത്തിൽ എപ്പോഴും രാജത്വത്തിൻ്റെ പ്രതീകമാണ്. തൻ്റെ കൊമ്പുടക്കി മുള്ളുകൾക്കിടയിൽ കിടക്കുന്ന മുട്ടാട് പിന്നീട് കർത്താവാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം മുൾക്കിരീടം തലയിൽ, രാജകിരീടത്തിന് പകരം മുൾക്കിരീടം ചാർത്തി ഇസഹാക്കിന് പകരം ബലിയാകുന്ന കുഞ്ഞാട് അല്ലെങ്കിൽ മുട്ടാട് കർത്താവ് തന്നെയാണ്, ഈശോ തന്നെയാണ്. ഇസഹാക്ക്, പ്രിയമുള്ളവരെ, മനുഷ്യരുടെ എല്ലാം പ്രതീകമാണ്. അബ്രാഹത്തിൽ നിന്ന് വരുന്ന ജനതകളുടെ, വിശ്വാസികളുടെ എല്ലാം പ്രതീകമാണ് ഇസഹാക്ക്. നമുക്ക് വേണ്ടി, നമ്മൾക്ക് പകരം ബലിയായ കർത്താവിനെ കാണാം. ഇതൊക്കെ പോട്ടെ, ഇത് നടക്കുന്നത് എവിടെയാണ്? മോറിയ മലയിലാണ്. ഉൽപ്പത്തി 22 നമ്മൾ മോറിയ മല കാണുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മോറിയ മല കാണുന്നത് 2 ദിനവൃത്താന്തം 3:1 അവിടെ ദാവീദ് മേടിച്ച ആ മെതിക്കളത്തിൽ, അത് ആ മോറിയ മലയുടെ മുകളിലാണ് സോളമൻ ദേവാലയം പണിതുയർത്തുവാണ്. കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി സോളമൻ അവിടെ ദേവാലയം പണിതുയർത്തുവാണ്. ഈ പണിതുയർത്തിയ ദേവാലയത്തിൻ്റെ അവിടെ തന്നെയാണ്, ഈ മോറിയയുടെ മീതെ തന്നെയാണ് കർത്താവ് ബലിയാകുന്നത്. നമ്മൾ വിചാരിക്കും കാൽവരിയിലല്ലേ, ഗാഗുൽത്തായിലല്ലേ കർത്താവ് ബലിയായത്. പ്രിയമുള്ളവരെ, നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ മോറിയ മലയുടെ ഭാഗം തന്നെയാണ് കർത്താവ് ബലിയായ കാൽവരിയും. അബ്രാഹാം ഇസഹാക്കിനെ ബലി കൊടുക്കുവാൻ കൊണ്ടുപോയ അതേ മലമുകളിൽ ഇസഹാക്കിന് പകരം അന്ന് മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ആ മുട്ടാട് ബലിയായെങ്കിൽ പിന്നീട് 12,000 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് അതേ മലയിൽ നമുക്ക് വേണ്ടി ബലിയാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ രക്ഷാകര പദ്ധതി അത്ര നേരത്തെ മുൻകൂട്ടി കണ്ടതാണ് എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിൻ്റെ പദ്ധതിയിൽ, രക്ഷാകര പദ്ധതി ഇതെല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇത് ഓരോ ഘട്ടങ്ങളിലായിട്ട് അത് നിവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം, അബ്രാഹാം കടന്നു പോകുന്നൊരു മനോവേദനയുണ്ട്. തനിക്ക് ആകപ്പാടെയുള്ള ഒരു സമ്പാദ്യം, ദൈവം തനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് തൻ്റെ ആ മകൻ. ചോദ്യം ഇതാണ്, ദൈവം നിൻ്റെ അനുഗ്രഹത്തെ ബലി കഴിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ നീ അതിന് തയ്യാറാകുമോ? യഥാർത്ഥത്തിൽ നീ വിശ്വസിക്കുന്നതും നീ ആശ്രയിക്കുന്നതും ദൈവത്തെയാണോ, ദൈവം തന്ന അനുഗ്രഹങ്ങളെയാണോ? നീ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും ദൈവത്തെയാണോ, ദൈവം തന്ന അനുഗ്രഹങ്ങളെയാണോ? കാരണം അനുഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അനുഗ്രഹങ്ങൾ എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോകും. ഇതേ അവസ്ഥ തന്നെയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ജോബിനെക്കുറിച്ച് വായിക്കുമ്പോൾ. സാത്താനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മകനായ ജോബിനെ കണ്ടോ?
അവനെപ്പോലെ നീതിമാനായിട്ട് ഈ ലോകത്തിൽ ആരുണ്ട്? അപ്പോൾ അവിടെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, കണ്ടോ, ഇതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് ഇതുപോലെ എല്ലാ കൃപകളും കൊണ്ട് സമ്പന്നമാക്കിയാൽ ആർക്കാണ് ദൈവസന്നിധിയിൽ നീതിമാനായിട്ട് ജീവിക്കാൻ പറ്റാത്തത്? ആർക്കാണൊരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റാത്തത്? അവൻ്റെ അനുഗ്രഹങ്ങളെ നീ എടുത്തു മാറ്റ്, അപ്പോൾ അവൻ നിന്നോട് വിശ്വസ്തനായിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ജോബ് തൻ്റെ എല്ലാ ഐശ്വര്യങ്ങളിൽ നിന്ന്, ജോബിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്നൊന്നായിട്ട് ഓരോ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ദൈവം പിൻവലിക്കുമ്പോഴും ജോബ് യാതൊരു തരത്തിലും കുലുങ്ങുന്നില്ല. ജോബ് പറയുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ ആരോഗ്യം പോലും ഒരുപക്ഷെ അഫക്റ്റ് ചെയ്ത ഒരവസ്ഥയിൽ ജോബ് ഒരിക്കലും തൻ്റെ അനുഗ്രഹങ്ങളെയോ തൻ്റെ സുഖങ്ങളെയോ തൻ്റെ സമ്പാദ്യങ്ങളെയോ ആശ്രയിച്ചില്ല. അവനെന്നും ദൈവത്തോട് ചേർന്ന് നിന്നു. അബ്രാഹവും തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെയല്ല, തനിക്ക് അനുഗ്രഹങ്ങളെ തന്ന ദൈവത്തെയാണ് അവൻ ആശ്രയിച്ചത്. ചോദ്യം ഇതാണ്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി, എന്നെക്കുറിച്ചുള്ള നിയോഗം എന്നും എപ്പോഴും സ്നേഹമാണോ? അതെ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി സ്നേഹമാണെന്ന് എൻ്റെ മാനുഷികമായ തലത്തിൽ നിന്നുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി എന്നും നന്മ ആഗ്രഹിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ എന്നോടുള്ള സ്നേഹം മാത്രമാണെന്നും മാനുഷികമായ തലത്തിൽ നിന്നുകൊണ്ട് എപ്പോഴും എനിക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. ദൈവത്തിന് എന്നോടുള്ള സ്നേഹം എന്നും എപ്പോഴും അനുഗ്രഹങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതാണോ? അല്ല, ഒരിക്കലുമല്ല. പ്രിയമുള്ളവരെ, അബ്രാഹത്തെ പോലെ നമ്മുടെ വിശ്വാസവും പരീക്ഷിക്കപ്പെടുന്നത് എപ്പോഴാണ്? നമുക്ക് നൽകപ്പെട്ടതിനെ ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റുമ്പോൾ ദൈവം നോക്കുന്നുണ്ട്, ഇവൻ എന്നോട് ചേർന്ന് നിൽക്കുമോ, ഇവൾ എന്നോട് ചേർന്ന് നിൽക്കുമോ? പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആ ഒരു കൃപയിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്ന ചോദ്യം, എന്തുകൊണ്ട് ദൈവമേ, ഇത് എന്തുകൊണ്ട്? ഈശോയുടെ ജീവിതം പോലും നോക്കിക്കേ. മോറിയ മലയിൽ അല്ലെങ്കിൽ ആ ഒരു മലമുകളിൽ ബലി കഴിക്കാനായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ബെനഫിറ്റ്സും, എല്ലാ അവകാശങ്ങളും എടുത്തു മാറ്റപ്പെട്ടു. യാതൊരു മഹത്വമോ പ്രതാപമോ, തൻ്റെ അകമ്പടി സേവിക്കാൻ ദൂതന്മാരോ കാവൽക്കാരോ പടയാളികളോ ഒന്നുമില്ല. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. കൂടെ നിന്ന സഹോദരന്മാർ, ശിഷ്യന്മാർ ഓടിപ്പോയി. എല്ലാ മഹത്വവും നഷ്ടപ്പെട്ടു. എല്ലാ സൽപ്പേരിനും കളങ്കമുണ്ടാക്കി. നിന്ദിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു, കുറ്റം ആരോപിക്കപ്പെടുന്നു. കുറ്റവാളിയെ പോലെ ശിക്ഷിക്കപ്പെടുവാനായിട്ട് അമകലമുകളിൽ നിൽക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു മാറ്റപ്പെട്ട അവസ്ഥയിലാണ് കർത്താവിനെ ബലി കഴിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഒരു ഞൊടി നേരം കർത്താവിൻ്റെ സർവ്വമഹത്വത്തിലുള്ള മഹത്വത്തെ രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് ശിഷ്യന്മാർ കാണുന്നുണ്ട്. എന്നാൽ ആ സർവമഹത്വത്തിലും വിശ്വസിക്കുക എന്നതിനേക്കാൾ ഏറ്റവും പ്രയാസകരമാണ് യാതൊരു മഹത്വവുമില്ലാതെ വിരൂപനാക്കപ്പെട്ട്, അവഹേളിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, കുരിശന്മേൽ തറയ്ക്കപ്പെടുന്ന കർത്താവിനെ വിശ്വസിക്കാൻ. അതുകൊണ്ട് ഒരു ഗ്ലിംസ്, ഒരു ചെറിയൊരു എത്തിനോട്ടം, കർത്താവ് തൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവിടുത്തെ മഹത്വം എത്രയായിരിക്കുമെന്ന് താബോർ മലയിൽ വെച്ച് അവർ ശിഷ്യന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക. ഈ മഹത്വത്തെ കണ്ടുകൊണ്ട് വിശ്വസിക്കുവാനല്ല, അതിനുശേഷം ഇതെല്ലാം എടുത്തു മാറ്റപ്പെട്ട് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ വിശ്വസിക്കുവാനാണ് പ്രയാസം. അതുകൊണ്ടാണ് കർത്താവ് ഈ രൂപാന്തരീകരണത്തിൽ അവിടുത്തെ മഹത്വത്തിൻ്റെ ഒരു ദർശനം നമുക്ക് തരുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ചോദിക്കും, ദൈവമേ, എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു ഗതി വന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവങ്ങൾ സംഭവിക്കുന്നു? എനിക്കറിയണം എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റിയത്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും അറിവ് ആഗ്രഹിക്കുന്നവരാണ്. എനിക്കറിയണം എന്തുകൊണ്ടായത്, എനിക്കറിയണം എന്തുകൊണ്ടാണ് ദൈവമേ ഞാൻ. അറിവുള്ളിടത്ത് പ്രിയമുള്ളവരെ വിശ്വാസം ഉണ്ടാകുന്നില്ല. ഒരു കാര്യം എനിക്കറിയാമെങ്കിൽ പിന്നെ അവിടെ വിശ്വാസമില്ല, അവിടെ ശരണപ്പെടേണ്ട ആവശ്യമില്ല. അറിവ് നമ്മുടെ വിശ്വാസത്തെ മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് അറിവിന് മുൻപേ അനുസരണം ഉണ്ടാവണം. അറിവിന് മുൻപേ പോകേണ്ട ഒന്നാണ് അനുസരണം. ഒബീഡിയൻസ് ഗോസ് ബിഫോർ അണ്ടർസ്റ്റാൻഡിങ്. അബ്രാഹാം അതുകൊണ്ടാണ്, എന്തിനാ ദൈവമേ ഞാനിത് ചെയ്യേണ്ടത്, എന്താ ഇതിൻ്റെ കാരണം, ഞാൻ എന്തിനിത് ചെയ്യണം, എനിക്കൊരു കാരണം എന്താ എന്ന് അബ്രാഹാം ചോദിച്ചില്ല. എനിക്കൊരു അറിവ് വേണമെന്ന് ചോദിച്ചില്ല. ദൈവം പറഞ്ഞു, അബ്രാഹാം അനുസരിച്ചു. ദൈവത്തോട് ചേർന്ന് നിന്ന് ഞാൻ അനുസരിക്കുമ്പോൾ പിന്നീട് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരും അതിൻ്റെ എല്ലാ മഹത്വങ്ങളും. കർത്താവ് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ദൈവമേ. കർത്താവ് പറഞ്ഞു, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ.
കുരിശുമരണത്തോളം ദൈവഹിതത്തോട് അനുസരണം പുലർത്തിയ കർത്താവിനെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേദനകളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, ഒരു പക്ഷേ എൻ്റെ അനുഗ്രഹങ്ങളെ ഏതെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നേരെ ആക്രോശിക്കാതെ, എന്തുകൊണ്ടാ ദൈവമേ, എന്തിനാ ദൈവമേ എന്ന് ചോദിക്കാതെ, ഞാൻ ചോദിക്കേണ്ട കാര്യം എന്തിനാണ്, എന്തുകൊണ്ടാണെന്നല്ല, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ദൈവമേ ഞാൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്. ശിഷ്യന്മാർ ചോദിച്ചു, ദൈവമേ നമുക്ക് എന്നാ ചെയ്യേണ്ടേ, 3 കൂടാരങ്ങൾ ഉണ്ടാക്കിയാലോ, നമുക്കിവിടെ തന്നെ വാസമാക്കിയാലോ? ഈശോ പറഞ്ഞു, ഈ കാര്യങ്ങൾ ആരോടും മിണ്ടിപ്പോകരുത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈശോ ആ പറഞ്ഞ കാര്യങ്ങൾ ശിഷ്യന്മാർ അനുസരിച്ചു. അതല്ലെങ്കിൽ അനുഗ്രഹങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ മിണ്ടരുതെന്ന് പറയുമ്പോൾ പലരുമൊക്കെ ഇതിങ്ങനെ ഒരു ആഘോഷം എന്നതുപോലെ പറഞ്ഞു നടക്കാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം കർത്താവ് പറഞ്ഞു, മരിച്ചതിൽ നിന്ന് മനുഷ്യപുത്രൻ ഉദ്ധാനം ചെയ്യുന്നത് വരെ ആരോടും ഇത് പറയരുത്. ശിഷ്യന്മാർ ആരോടും അത് പറഞ്ഞില്ല. പിന്നീട് അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ഈ ഒരു ദർശനത്തിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായി. ഇതാണ് ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ സാഹസികത. ഞാൻ എല്ലാം അറിഞ്ഞിട്ടല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത്, ഞാൻ അനുസരിച്ചുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ആ അനുസരണം ദൈവം അനുഗ്രഹമാക്കി മാറ്റും. അപ്പോൾ എനിക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരും, എങ്ങനെ എൻ്റെ അനുസരണം അനുഗ്രഹത്തിന് കാരണമായി. അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് അതല്ലേ, ഇന്ന് നീ ചെയ്ത ഈ പ്രവൃത്തി മൂലം ഒത്തിരിയേറെ പേര് അനുഗ്രഹിക്കപ്പെടും, ജനതകൾ അനുഗ്രഹിക്കപ്പെടും. They will be blessed because of what you did. ഈശോ ആ തൻ്റെ അനുസരണം കുരിശിൽ പൂർത്തിയാക്കിയപ്പോൾ ആ കുരിശു മരണം വഴി മനുഷ്യകുലം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടു. അതിൻ്റെ ആദ്യത്തെ അടയാളമായിരുന്നു കുരിശിൻ്റെ കീഴെ നിന്ന ശതാധിപൻ്റെ മനസ്സാന്തരം. വിജാതീയർ പോലും ആ ദൈവസ്നേഹം അനുഭവിക്കാനിടയായി. ഈശോയിൽ പ്രിയമുള്ളവരെ, അബ്രാഹത്തെ പോലെ, ജോബിനെ പോലെ നമുക്കും ചോദിക്കണം, എൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റപ്പെടുന്ന അവസരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നതും ശരണപ്പെടുന്നതും അനുഗ്രഹങ്ങളെയാണോ? എല്ലാം ജീവിതത്തിൽ നന്നായിട്ട് പോകുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നന്നായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നമ്മൾ സുഖിച്ചിരിക്കുന്നു. എന്നാൽ ജീവിതത്തിൽ നിന്ന് എല്ലാം എടുത്തു മാറ്റപ്പെടുന്ന നിമിഷം, പരീക്ഷിക്കപ്പെടുന്ന നിമിഷമാണ് ശരിക്കും ഞാൻ ആരുടെ പക്ഷത്താണ് എന്ന് വെളിവാക്കപ്പെടുന്നത്. ദൈവത്തോടു കൂടെയാണോ, ദൈവം തന്ന അനുഗ്രഹങ്ങളുടെ കൂടെയാണോ എൻ്റെ വിശ്വാസം? ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയും കരുത്തും തരണമേ. അബ്രാഹത്തെ പോലെ അറിവിന് മുൻപേ അനുസരിക്കുവാൻ, അറിവിന് മുൻപേ കർത്താവെ നീ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നീ വിളിക്കുന്ന അനുഗ്രഹത്തിലേക്ക് കയറി ചെല്ലുവാൻ, ഞാൻ മൂലം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ നീയും ഇടയാക്കണമേ. എന്തുകൊണ്ടെന്നല്ല ദൈവമേ, ഓരോ നിമിഷങ്ങളിലും നീ എനിക്ക് തരുന്ന ജീവിത അനുഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് എന്നെ പഠിപ്പിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.